ഹേയ് എവ്രിബഡി, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാന, ഗോന ഇവ എന്താണ്, അതുപോലെ ഇവയുടെ യൂസേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വാന അതുപോലെ ഗോന ഈ രണ്ട് വേർഡ്സ് നിങ്ങൾ ഹോളിവുഡ് മൂവീസിലും അതുപോലെ നേറ്റീവ് സ്പീക്കേഴ്സിനെ യൂട്യൂബിലും മറ്റു TV ചാനലുകളിലുമൊക്കെ കാണുമ്പോൾ ഒരുപാട് അവർ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ടാകും. വാന, ഗോന ആക്ച്വലി എന്താണ്, ഇവയുടെ യൂസേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. വാന എന്നത് വാണ്ടഡ് ടു എന്നതിനെ നേറ്റീവ് സ്പീക്കേഴ്സ് ഒന്ന് ഷോർട്ടാക്കി അല്ലെങ്കിൽ എളുപ്പത്തിൽ യൂസ് ചെയ്യുന്നതാണ് വാന എന്നത്. നമ്മൾ US-ലും അതുപോലെ കാനഡയിലുമൊക്കെ പോവുകയാണെങ്കിൽ വാന എന്ന യൂസേജ് ആയിരിക്കും നമ്മൾ അവിടെ കേൾക്കുക. വാണ്ടഡ് ടു എന്നത് ഫോർമൽ യൂസേജാണ്, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേറ്റീവ് സ്പീക്കേഴ്സ് വാണ്ടഡ് ടു എന്ന യൂസേജ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അവർ കാര്യമായി വാന എന്ന യൂസേജാണ് ഉപയോഗിക്കുന്നത്. വാണ്ടഡ് ടു എന്ന് നമുക്ക് കേൾക്കാൻ കഴിയുക ന്യൂസ് ചാനലുകളിലാണ്. ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളിൽ നമുക്ക് വാണ്ടഡ് ടു എന്ന യൂസേജ് കേൾക്കാൻ സാധിക്കും. കാരണം ന്യൂസ് ചാനലുകൾ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഹോളിവുഡ് മൂവീസിലും അതുപോലെ US, കാനഡ എന്നിവിടങ്ങളിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് വാന എന്ന യൂസേജ് ആയിരിക്കും കേൾക്കാൻ കഴിയുക. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഐ വാണ്ട് ടു ഗോ ഹോം. ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഇത് വാണ്ടഡ് ടു എന്നതിന് പകരം നമുക്ക് വാന എന്നുപയോഗിച്ച് പറയാം. ഐ വാന ഗോ ഹോം. ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ രണ്ടും ഒരേ മീനിങ് ആണ്. വാണ്ടഡ് ടു എന്നത് ഫോർമൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് ആണ് എന്ന് മനസ്സിലാക്കുക. വാന എന്നത് അതിൻ്റെ ഒരു ഇൻഫോർമൽ വേ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാലും ഈവൻ നമുക്ക് അമേരിക്കൻ പ്രസിഡൻസ് പോലും അവരുടെ ഇൻ്റർവ്യൂകളിലും മറ്റ് പ്രോഗ്രാമുകളിലുമൊക്കെ വാന എന്ന യൂസേജ് നമുക്ക് യൂസ് ചെയ്യുന്നതായി കാര്യമായി കാണാൻ സാധിക്കുന്നതാണ് എന്നുകൂടി ഓർത്തു വെക്കുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ വാണ്ട് ടു ഗോ ദെയർ. ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു. ഇത് ഐ വാന ഗോ ദെയർ എന്നായി മാറുന്നു. ഐ വാണ്ട് ടു സപ്പോർട്ട് യു. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നത് ഐ വാന സപ്പോർട്ട് യു എന്നായിട്ട് മാറുന്നു. ഡു യു വാണ്ട് ടു കം വിത്ത് അസ്. നീ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നോ? ഇത് ഡു യു വാന കം വിത്ത് അസ് എന്നായിട്ട് മാറുന്നു. ഇനി നമുക്ക് ഗന എന്നതിൻ്റെ യൂസേജ് എന്താണെന്ന് നോക്കാം. ഗന എന്നത് ഗോയിങ് ടു എന്നതിനെ ഷോർട്ടാക്കി നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ എടുത്താൽ ഹീ ഈസ് ഗോയിങ് ടു ഡു ദാറ്റ്. അവനത് ചെയ്യാൻ പോവുകയാണ് എന്നതിനെ നേറ്റീവ് സ്പീക്കേഴ്സ് പറയുക ഹീ ഈസ് ഗണ ഡു ദാറ്റ്. അവനത് ചെയ്യാൻ പോവുകയാണ് എന്നാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഗണ അതല്ലെങ്കിൽ ഗോയിങ് ടു എന്നതിൻ്റെ വ്യത്യാസം, ഗോയിങ് ടു എന്നത് ടെക്സ്റ്റ് ബുക്ക് അതല്ലെങ്കിൽ ഫോർമൽ ഇംഗ്ലീഷാണ്. നമുക്ക് അമേരിക്കൻ ന്യൂസ് ചാനലുകളിലൊക്കെ കാണാൻ കഴിയുന്നത് ഗോയിങ് ടു എന്ന യൂസേജ് ആയിരിക്കും. എന്നാൽ ഗണ എന്ന യൂസേജ് നമ്മൾ ഹോളിവുഡ് മൂവീസിൽ കാര്യമായിട്ട് കാണാൻ കഴിയും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ US-ലും കാനഡയിലുമൊക്കെ പോവുകയാണെങ്കിൽ ഗോയിങ് ടു എന്ന യൂസേജ് അല്ല നമ്മൾ അവിടുത്തെ സാധാരണക്കാർ ഉപയോഗിക്കുന്നത് കേൾക്കുക. പകരം ഗന എന്ന യൂസേജ് ആയിരിക്കും. അപ്പോൾ ഗന എന്നത് ഗോയിങ് ടു എന്നതിൻ്റെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം. ആർ യു ഗോയിങ് ടു ഹെൽപ്പ് ഹിം എന്നത് ആർ യു ഗന ഹെൽപ്പ് ഹിം എന്നായി മാറുന്നു. നിങ്ങൾ അവനെ സഹായിക്കാൻ പോവുകയാണോ എന്നാണ് മീനിങ്. ഷീ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ഹിം എന്നത് ഷീ ഈസ് ഗണ ഹെൽപ്പ് ഹിം എന്നായിട്ട് മാറുന്നു. അവൾ അവനെ സഹായിക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ടീച്ച് ഹിം എ ലെസൺ എന്നത് ഐ ആം ഗണ ടീച്ച് ഹിം എ ലെസൺ എന്നായി മാറുന്നു. അതായത് ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ് എന്ന മീനിങ് കിട്ടും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടതായിട്ടുള്ളത് വാന അതല്ലെങ്കിൽ ഗന എന്നത് നമ്മൾ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഫോർമലി എന്തെങ്കിലും എഴുതുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം വാന അതല്ലെങ്കിൽ ഗോന ഇവ പ്രത്യേക വാക്കുകളല്ല. വാണ്ട് ടു അതല്ലെങ്കിൽ ഗോയിങ് ടു എന്നീ രണ്ട് വാക്കുകളുടെ കൺട്രാക്ഷൻസ് ആണ് വാന അതല്ലെങ്കിൽ ഗോന എന്നുള്ളത്. കൺട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ചെറുതാക്കുക, ഒന്ന് സുഖമായിട്ട് പറയാൻ വേണ്ടി ഒന്ന് ചെറുതാക്കുന്നതിനെയാണ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്, ഇംഗ്ലീഷിലെ കൺട്രാക്ഷൻസ്. അപ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സ് അവർക്ക് സുഖമായി പറയാൻ വേണ്ടിയിട്ടാണ്
വാന അതല്ലെങ്കിൽ ഗന എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാന അതല്ലെങ്കിൽ ഗന എന്നത് നമ്മൾ ഫോർമലി എന്തെങ്കിലും എഴുതുമ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. പകരം വാണ്ട് ടു അതല്ലെങ്കിൽ ഗോയിങ് ടു എന്ന് തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്.